ഇന്ന് രാത്രിയിലത്തെ ദൈവവചന ശുശ്രൂഷയിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ 2 വാക്യങ്ങൾ വായിച്ചാണ് ഞാൻ ഈ പ്രഭാഷണത്തിലേക്ക് തയ്യാറാകുന്നത്. ബൈബിൾ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ബൈബിൾ നിർബന്ധമായി തുറക്കണം. ഞാൻ വളരെ ശാന്തമായിട്ടേ കാര്യം പറയത്തുള്ളൂ. ധൃതിയിൽ പറയാൻ എനിക്കറിയാം. ശാന്തമായി ഇത് പറയുന്നത് കാര്യം നമുക്ക് മനസ്സിലാകണം എന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിന് രൂപാന്തരം സംഭവിക്കണം. ആത്മാവ് അവിടുത്തെ വചനത്തിലൂടെ ഇടപെടുമ്പോൾ ആത്മാവിൻ്റെ ശബ്ദം കൃത്യമായി നമ്മുടെ ഉള്ളത്തിൽ പ്രകാശിക്കണം. അതിന് വളരെ പ്രാർത്ഥനയോടെ നമ്മൾ ഇരിക്കണം. ഇടയ്ക്കൊക്കെ നമ്മുടെ മനസ്സിനെ പതറിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ ചിന്തയോ കാര്യങ്ങളോ ഉണ്ടായാൽ ബോധപൂർവം മനഃപൂർവ്വം നമ്മുടെ ചിന്തകളെ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുവാൻ നമ്മളും ഉത്സാഹിക്കണം എന്ന് വളരെ താഴ്മയോടെ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. 1 യോഹന്നാൻ്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം വാക്യം. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. അടുത്ത വാക്യം കൂടെ. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, കേട്ടോ, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ്. സാക്ഷാൽ ദൈവസ്നേഹം. ആമുഖമായി ചില വാക്കുകൾ പറഞ്ഞ് ഈ വായിച്ച വേദഭാഗത്തെ ഒന്ന് പരിചയപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. ശരിക്കും ലേഖകൻ അപ്പോസ്തലനായ യോഹന്നാൻ ഇതിന് തൊട്ടു മുൻപ് പറഞ്ഞിരിക്കുന്ന 7-8 വാക്യങ്ങളുമായി ഈ 9-10 വാക്യം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. 7-8 വാക്യങ്ങളിൽ വളരെ ഗൗരവമുള്ള കുറേ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. വിശ്വാസികൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ട് പറയുകയാണ്. പുതിയ ജനനത്തിൻ്റെ ഒരടയാളമാണ്, എവിഡൻസാണ് ഈ പരസ്പര സ്നേഹം എന്നുള്ളത്. ഇതൊക്കെ വളരെ ഗൗരവമുള്ള കാര്യമാണ് കേട്ടോ. രക്ഷിക്കപ്പെട്ടതിൻ്റെ പരസ്യമായിട്ടുള്ള തെളിവാണ് വിശ്വാസികൾ തമ്മിലുള്ള സ്നേഹം എന്നതാണ് അവിടെ പറയുന്നത്. അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ പറയുന്നത്, ആ സ്നേഹം ദൈവിക സ്നേഹമാണ്. അതിൻ്റെ ഉറവിടം ദൈവം തമ്പുരാൻ തന്നെയാണ്. അപ്പം ഞാൻ ഇത്രയും കാര്യം പറഞ്ഞതൊക്കെ വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ്. അങ്ങനെ അദ്ദേഹം പറയുമ്പോൾ ഈ ദൈവസ്നേഹത്തെ ഒന്ന് വിശദീകരിക്കാൻ വേണ്ടിയാണ് 9-10 ഈ വാക്യത്തിൽ അദ്ദേഹം ബന്ധപ്പെടുന്നത്. പരസ്പരം ദൈവത്തിൻ്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ടവർ തമ്മിൽ സ്നേഹിക്കണം എന്ന് അദ്ദേഹം പറയുന്നു, പ്രബോധിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? ആ സ്നേഹം എങ്ങനെയിരിക്കും? അപ്പം സ്നേഹത്തെ നമുക്കൊന്ന് മനസ്സിലാക്കി തരാനാണ് 2 വാക്യങ്ങൾ അദ്ദേഹം എടുത്ത് അതൊന്ന് വിശദീകരിക്കുന്നത്. ഈ ലേഖനത്തിൽ ആദ്യമായിട്ടല്ല അദ്ദേഹം സ്നേഹത്തെക്കുറിച്ച് പറയുന്നത്. 2-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ, 3-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ, ഇതുപോലെ നമ്മളിപ്പോൾ വായിച്ച 4-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലും
സ്നേഹത്തെക്കുറിച്ച് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ലേഖനത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രമേയമാണ് വിശ്വാസികൾ തമ്മിൽ, അതായത് രക്ഷിക്കപ്പെട്ടവർ തമ്മിൽ സ്നേഹിക്കണം എന്നുള്ളത്. അത് നമുക്ക് ഒന്ന് വിശദീകരിക്കാൻ അദ്ദേഹം താല്പര്യപ്പെടുകയാണ്. അവിടെ നിന്നാണ് ഞാൻ സുവിശേഷം നിങ്ങളുമായി പങ്കുവെക്കാൻ താല്പര്യപ്പെടുന്നത്. 9-10 വാക്യങ്ങളിൽ ഈ സ്നേഹം അതിനൊരു നിർവചനം ആവശ്യമാണ്, ഒന്ന് ഡിഫൈൻ ചെയ്യണം. ആ സ്നേഹത്തെ ഒന്ന് വ്യക്തമാക്കുവാനായിട്ട് അപ്പോസ്തലൻ 2 വാക്യങ്ങൾ എടുക്കുകയാണ്. ശരിക്കും ഈ 2 വാക്യങ്ങളിൽ 2 വിലപ്പെട്ട തെളിവുകളാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്. ദൈവത്തിൻ്റെ പുത്രനിലൂടെ പ്രദർശിപ്പിച്ച ആ മഹാസ്നേഹം 9-10 വാക്യങ്ങളിൽ വിവരിച്ചിട്ട് 11-ാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നത്, ഇങ്ങനെയാണ് ദൈവം സ്നേഹിച്ചതെങ്കിൽ അതുപോലെ തമ്മിൽ സ്നേഹിക്കണം എന്നുള്ളത്. ഇപ്പോൾ 9-10 വാക്യമാണ് നമ്മുടെ വിഷയം. ദൈവസ്നേഹത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം അവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്ക് ആ വിഷയത്തിലേക്കൊന്ന് ഇറങ്ങാം. പക്ഷെ പശ്ചാത്തലം പറയേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ യോഗം കഴിഞ്ഞിട്ട് ഇന്നത്തെ സന്ദേശം കേൾക്കുക മാത്രമല്ല, പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇന്ന് സഭയിൽ നിന്ന് അന്യപ്പെട്ടു പോയ വിശുദ്ധന്മാർ തമ്മിൽ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന, ഇപ്പോൾ അത്രയുമില്ലാത്ത ആ സ്നേഹത്തെക്കുറിച്ച് ഈ 9-10 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാൻ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ 9-10 വാക്യത്തിൽ യേശുക്രിസ്തു ദൈവസ്നേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രകടനമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ദൈവമക്കൾ ശ്രദ്ധിക്കണം. നമ്മൾ എത്രയോ ദൂതുകൾ കേട്ടിട്ടുണ്ട്. നാം ചിന്തിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ ഈ ദൈവസ്നേഹത്തെക്കുറിച്ച് നമുക്കെന്താ തോന്നാറുള്ളത്? പലപ്പോഴും ദൈവത്തിൻ്റെ സ്നേഹം തിരുവെഴുത്തുകൾ തരുന്ന ആശയങ്ങളല്ല നമ്മൾ നമ്മുടെ ഉള്ളത്തിൽ താലോലിക്കാറുള്ളത്. നാം ദൈവത്തിൻ്റെ സ്നേഹത്തെ കാണുന്നത് ഇപ്പോൾ നമ്മുടെ കുറേ ഫെൽറ്റ് നീഡുകളുണ്ട്. എൻ്റെ മകൻ പാസ്സാകണം, എൻ്റെ മകളുടെ കല്യാണം നടക്കണം, എനിക്കൊരു വിദേശ യാത്രയ്ക്കുള്ള ടിക്കറ്റ് ഒരുങ്ങണം, ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്, അവിടെ വിസയുടെ ക്രമീകരണം, പേപ്പർ മുന്നോട്ട് നീങ്ങുന്നു. നമ്മളോട് പറയുന്ന ദൂതുകളും ഇതൊക്കെ തന്നെയാണ്. ദൈവം മാനിച്ചു, ദൈവം സ്നേഹിക്കുന്നു. കാറ് കിട്ടുമ്പോഴും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനം. ഒരു വീട് വെച്ചു, ദൈവം മാനിച്ചു ബ്രദറെ, ദൈവത്തിൻ്റെ സ്നേഹം. വസ്തു കിട്ടി, എല്ലാം ദൈവത്തിൻ്റെ സ്നേഹം. അപ്പോൾ ഇതൊന്നും ദൈവസ്നേഹം അല്ലെന്നല്ല വാദിക്കുന്നത്. പക്ഷെ നമുക്ക് പറ്റിയ കുഴപ്പം, വേദപുസ്തകം ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുന്ന ഉന്നതമായ കാഴ്ചപ്പാടിൽ നിന്ന് വളരെ തരംതാണ് കേവലം ഭൗതിക ആവശ്യങ്ങളിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെ പരിമിതപ്പെടുത്തുന്നു എന്ന വൻ പരാജയമാണ് പലപ്പോഴും വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടാകുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, വിശുദ്ധന്മാർ മാത്രമേ വീട് വെച്ചുള്ളൂ, ദൈവമില്ലെന്ന് പറയുന്നവന് നിങ്ങളുടെ വീടിനെക്കാട്ടി വലിയ വീടുണ്ടല്ലോ? അല്ല, നമ്മൾ പ്രാർത്ഥിച്ച് കെട്ടുപൊട്ടിച്ച് കിട്ടിയ കാറി, അതിനെക്കാട്ടിൽ വലിയ കാറിലാണ് ദൈവം ഇല്ലെന്ന് പറയുന്നത് നടക്കുന്നത്. നമ്മൾ കാര്യങ്ങൾ വളരെ ലോജിക്കലായി മനസ്സിലാക്കണം. അപ്പൊ അതൊന്നും ദൈവസ്നേഹം അല്ലെന്നല്ല വാദിക്കുന്നത്. അതെല്ലാം കോമൺ ഗ്രേസുകളാണ്, എല്ലാവർക്കും ഉണ്ട്.
എന്നാൽ ഇതിനെക്കാട്ടിലെല്ലാം ഉന്നതമായതാണ്, നിലനിൽക്കുന്നതാണ് ദൈവത്തിൻ്റെ സ്നേഹം. അതാണ് ജോണിന് നമ്മളോട് വെളിപ്പെടുത്തുവാനുള്ളത്. പക്ഷെ നമുക്കിങ്ങനെ വചനം പറയുന്ന കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്കങ്ങനെ കയ്യടിയൊന്നും വരുന്നില്ല. നമുക്ക് കയ്യടി വേണേൽ കാറ് കയറി വരുന്ന ഒരു കാഴ്ച കാണണം. കാർ പോർച്ചിൽ ഒരു 4 വീലർ നിൽക്കുന്നത് കാണും. അപ്പം അങ്ങ് ആവേശമാകുകയാണ്. ഓ, ദൈവം മാനിച്ചു. കാളവണ്ടിയിൽ പണ്ട് നടന്ന എന്നെ മാനിച്ച ദൈവം 4 വീലർ വന്നു. ദൈവത്തിൻ്റെ സ്നേഹം അതിലൊക്കെ ഉന്നതമാണ്. അതാണ് ഇന്ന് രാത്രിയിൽ ദൈവം എളിയവനായി എനിക്ക് തന്ന കൃപയ്ക്ക് അനുസരിച്ച് ആത്മാവ് നടത്തുന്നത് പോലെ നിങ്ങളോട് വിവരിക്കുവാനായി ഞാൻ താല്പര്യപ്പെടുന്നത്. ദൈവസ്നേഹം വളരെ ഉന്നതമാണ്. നാം പലപ്പോഴും അതിനെ പരിമിതപ്പെടുത്തി കിട്ടുന്ന ഭൗതിക നന്മയ്ക്ക് സ്തോത്രം ചെയ്യരുതെന്നല്ല, സ്തോത്രം ചെയ്തോളൂ. പക്ഷെ അതിനേക്കാളൊക്കെ വലിയൊരു കാര്യം ദൈവത്തിൻ്റെ വചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് വിളിക്കപ്പെടുന്ന ജോൺ നമ്മളെ അറിയിക്കുവാൻ ബന്ധപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. 2 പ്രധാനപ്പെട്ട കാര്യം അതെന്താണെന്ന് ഞാൻ പറഞ്ഞിട്ട് ആ വാക്യത്തിലെ ഓരോ വാക്കുകളിൽ നിന്ന് ഇറങ്ങാനാണ് പരിമിതമായ സമയത്തിനുള്ളിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. 9-10 വാക്യം. 9-ാം വാക്യത്തിൽ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിൽ അയച്ചു. അവിടുത്തെ സൂചന യേശുക്രിസ്തുവിൻ്റെ ജഡാവതാരം, ഇൻകാർനേഷൻ. സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് താണഭൂമിയിൽ നമ്മളെ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പുത്രൻ വന്നു. അത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. പിതാവ് പുത്രനെ ഭൂമിയിൽ നമ്മളെ അന്വേഷിച്ച് നമ്മൾക്ക് വേണ്ടി അയച്ചു എന്നുള്ളതാണ് 9-ാം വാക്യത്തിലെ പ്രധാനപ്പെട്ട വിഷയം. ദൈവം അവിടുത്തെ സ്നേഹം ക്രിസ്തുവിൻ്റെ ജഡാവതാരത്തിൽ വ്യക്തമായി വെളിപ്പെടുത്തി, ധാരാളമായി വ്യക്തമാക്കി. അത് നമ്മുടെ മനസ്സിൽ ഇരിക്കട്ടെ. ഈ ക്രിസ്തു മനുഷ്യനായി ഈ ഭൂമിയിൽ ചരിത്രത്തിൽ വെളിപ്പെട്ടു. അത് ദൈവിക സ്നേഹത്തിൻ്റെ അനിഷേധ്യമായ തെളിവാണ്. നമുക്കൊന്നും തോന്നിയില്ല, നമുക്ക് കൈകൊട്ടാനൊന്നും തോന്നിയില്ല, ആവേശമൊന്നും തോന്നിയില്ല. ജോൺ പറയുന്നത് അതാണ് നിഷേധിക്കാൻ കഴിയാത്ത തെളിവ്. ദൈവം എന്നെ സ്നേഹിക്കുന്നു. നമ്മളെ എങ്ങനെയാണെന്നറിയാമോ? ഒരു രോഗം വന്നു, അത് പ്രാർത്ഥിച്ചിട്ടും അതിനൊരു ശമനം ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടാന്നാ എനിക്കിങ്ങനെ വന്നത്? പിള്ളേർ തോറ്റുപോയി എന്നിരിക്കട്ടെ. അയ്യോ, തോറ്റുപോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ പ്രശ്നമാവും. ഉടനെ നമ്മൾ എന്താ നമുക്കിങ്ങനെ പറ്റിയത്? ഉപവസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പാടുന്നുണ്ട്, കൈകൊട്ടുന്നുണ്ട്, നമുക്കെന്താ ഇതല്ല? ദൈവം ഇതൊന്നും അറിയുന്നില്ലയോ? കണ്ടോ നമ്മുടെ ചിന്തകൾ. ഞാൻ നിങ്ങളോട് പറയാം, ചരിത്രത്തിൽ നടന്ന സംഭവമാണ് ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ പിതാവാം ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചത്. നമ്മുടെ സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെ മാറി മറിഞ്ഞാലും അതിന് മാറ്റമില്ല. ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്. അതിന് യാതൊരു ഭംഗവും വന്നിട്ടില്ല. രോഗം സൗഖ്യമാകട്ടെ, സൗഖ്യമായില്ലെങ്കിലും എന്നെ ദൈവം സ്നേഹിക്കുന്നുണ്ട്. കാറ് കിട്ടട്ടെ, അത് കിട്ടിയില്ലെങ്കിലും ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്. ബിസിനസ് നന്നായി പോകട്ടെ, പൊട്ടിപ്പോയാലും ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്. മക്കൾ ജയിക്കട്ടെ, മക്കൾ തോറ്റാലും ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹത്തിന് പ്രിയരെ മാറ്റം വന്നിട്ടില്ല. നമുക്കിത് തിരിച്ചറിയാൻ സാധിച്ചില്ല. അതാണ് ഈ കാലഘട്ടത്തിൽ പറ്റിപ്പോയ ദൂതുകളുടെ പ്രശ്നമാണ്. നമ്മളെ വേറെ ഒരു ദിക്കിലേക്ക് വഴിതിരിച്ചു കളഞ്ഞു. സ്തോത്രം. 10-ാം വാക്യം പറയുന്നത്, അതിൻ്റെ ഒരു ഭാഗം, തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകാൻ അയച്ചത്. അതാണ് സാക്ഷാൽ സ്നേഹമെന്ന്.
ദൈവം മുൻകൈ എടുത്ത് ദൈവത്തിൻ്റെ പുത്രനെ ഈ ഭൂമിയിൽ അയച്ചപ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ് പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകാൻ. അത് ഞാൻ പിന്നീട് വിശദീകരിക്കാം. പ്രായശ്ചിത്ത മരണമല്ലായിരുന്നെങ്കിൽ ഞാനും നിങ്ങളും ഉറപ്പായി നരകത്തിൽ ചെന്നേനെ. നരകത്തിൽ നിന്ന് നമ്മളെ മാറ്റി ദിക്കുമാറ്റി പ്രായശ്ചിത്ത മരണത്താൽ പിതാവാം ദൈവത്തിന് നമ്മളോട് ക്ഷമിക്കുവാൻ തക്കവണ്ണം ഇടവന്നത് ഏറ്റവും വലിയ സ്നേഹമാണ്. ഇന്ന് രാത്രി അത് തിരിച്ചറിയണം. മാത്രം രോഗം മാറിയില്ലെങ്കിലും വീട് വെച്ചില്ലെങ്കിലും ഈ സ്നേഹത്തിന് മാറ്റമില്ല. പക്ഷെ ഇതാര് ചിന്തിക്കുന്നു? ഇതാണ് നമുക്കൊക്കെ വലിയ പരാജയങ്ങൾ സംഭവിച്ചു. എനിക്ക് വിശ്വാസ സമൂഹത്തോട് പറയാനുള്ളത്, ബൈബിളിലേക്ക് മടങ്ങി വാ, ദൈവവചനത്തിലേക്ക് മടങ്ങി വാ. ഒരു 30-40 വർഷമായി വേറെ ട്രാക്കിലൂടെ, വെട്ടിവെച്ച വേറെ ട്രാക്കിലൂടെ കൈയടിച്ച് നമ്മൾ ഇങ്ങനെ പോകുകയാണ്. ദൈവവചനത്തിലേക്ക് മടങ്ങി വാ. നാമും നമ്മുടെ കുഞ്ഞുങ്ങളും യഥാർത്ഥമായി അനുഗ്രഹിക്കപ്പെടും. ഇനി നമുക്ക് 9-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കാം. ആ വാക്യം നമ്മൾ വായിച്ചാൽ അതിൻ്റെ ഓരോ വാക്ക് നമുക്ക് ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. പ്രൈസ് ദി ലോർഡ്. നോക്കിയ 1-ാമത്തെ വാക്യം, ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ അയച്ചത്. ദൈവം ഒരു മാലാഖയല്ല അയച്ചത് ഈ ലോകത്തിൽ, വേറെ ആരെയുമല്ല. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനെ ഈ പാപമംഗുലമായ ലോകത്തിലേക്ക് അവിടുന്ന് അയച്ചു. നമുക്ക് ആത്മീകമായ വിടുതലിനു വേണ്ടി. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഏകജാതനായ പുത്രൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചില ആളുകൾ ആ വാക്കുകൊണ്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. ദൈവം അങ്ങനെ ഒരാളെ ജനിപ്പിച്ചോ? യേശുക്രിസ്തുവിന് അങ്ങനെ ഒരു തുടക്കമുണ്ടായിരുന്നോ? ഏകജാതൻ എന്നൊക്കെ പറയുമ്പോൾ ജനിപ്പിച്ചോ? മാനുഷിക നിലയിൽ അവർ ചിന്തിക്കുകയാണ്. ആ വാക്കിൻ്റെ അർത്ഥം അതല്ല. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യം, 1:18, 3:16, 3:18 ഇവിടെയെല്ലാം ഏകജാതൻ എന്നുള്ള പദപ്രയോഗം കാണും. ആരെയാണ് കർത്താവ് അയച്ചത്? ഏകജാതൻ, ഏകജാതനായ പുത്രൻ. ആ വാക്കിൻ്റെ അർത്ഥം എന്താ? ഈ മേൽപ്പറഞ്ഞ വാക്യങ്ങളിലെല്ലാം ഇവിടെയെല്ലാം ദൈവത്തിൻ്റെ പുത്രൻ എന്ന നിലയിൽ യേശുവിനോട് ബന്ധപ്പെട്ടാണ് ഈ ഏകജാതൻ എന്ന പ്രയോഗം. ജനിപ്പിച്ചു എന്ന അർത്ഥത്തിലല്ല, ദൈവത്തിൻ്റെ വൺ ആൻഡ് ഓൺലി യുണീക്ക്, ഇതുപോലൊരാൾ വേറെ ഇല്ല എന്ന അർത്ഥത്തിലാണ് ഏകജാതൻ എന്ന പ്രയോഗം നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വർഗത്തിലെ ദൈവം, പിതാവാം ദൈവം ഏകജാതൻ, അതുല്യനായ ക്രിസ്തുവിനെ, അതുപോലൊരാളില്ല, യേശു കർത്താവിനെ പിതാവാം ദൈവം നമ്മെ സ്നേഹിച്ചുകൊണ്ട് ഈ താണഭൂമിയിലേക്ക് അയക്കുകയാണ്. കേവലം ഒരു ദൂതനെ അല്ല അയച്ചത്, മറ്റാരെങ്കിലും അല്ല അയച്ചത്. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ എന്ന് പറഞ്ഞാൽ പിതാവിനോട് തുല്യൻ, ഈക്വൽ, കോ ഈക്വൽ വിത്ത് ഗോഡ്, കോ ഇറ്റേണൽ, നിത്യൻ. എന്താ യോഹന്നാൻ 1 മുതലുള്ള വാക്യങ്ങൾ പറയുന്നത്? ആദിയിൽ വചനമുണ്ടായിരുന്നു. ആരെക്കുറിച്ചാണ് പറയുന്നത്? 14-ാം വാക്യത്തിൽ നമുക്കറിയാം കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. ഈ ഏകജാതൻ ആരാണ്? ആദിയിൽ ഈ ഏകജാതൻ വചനമുണ്ടായിരുന്നു. ആദിയിൽ, ഇന്നലത്തെ നിത്യത മുതൽ അവിടുത്തേക്ക് തുടക്കമില്ല, അവിടുത്തേക്ക് അവസാനമില്ല.
വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു. ശ്രദ്ധിച്ച് കേൾക്കണം, ഇത് വചനം ദൈവമായിരുന്നു. ദൈവത്തോടുകൂടെ ഇരിക്കുന്നയാള് ദൈവമാണെന്ന് പറയുന്നു. ത്രിയേക ദൈവത്തിൻ്റെ ഒരു വെളിപ്പാട് നമുക്കവിടെ കാണാം. ആരെയാണ് പിതാവ് അയച്ചത്? തൃത്വത്തിൽ രണ്ടാമനാകുന്ന ദൈവത്തിൻ്റെ പുത്രനെയാണ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി അവിടുത്തെ സ്നേഹത്തിൽ അവിടുന്ന് ഈ താണഭൂമിയിൽ അയച്ചത്. ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമക്കളുടെ ഉൾക്കണ്ണ് തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഒരു വണ്ടി തന്നതിൽ പരിമിതപ്പെടുത്തരുത്, വീട് തന്നതിൽ പരിമിതപ്പെടുത്തല്. ദൈവത്തിന്റെ പുത്രൻ, ദൈവം മനുഷ്യവേഷത്തിൽ ഇറങ്ങി വന്നു. ഹല്ലേലൂയ! അതല്ലേ ദൈവത്തിൻ്റെ സ്നേഹം. ഒരിക്കൽ ഒരു പണ്ഡിതൻ പറഞ്ഞതാ, ദൈവം വിചാരിച്ചാൽ പോലും ഇതിനെക്കാട്ടിൽ വലിയൊരു കാര്യം ഇനി ചെയ്യാനില്ല രക്ഷയോടുള്ള ബന്ധത്തിൽ. അതെന്താ? ദൈവത്തിന് ഏറ്റവും വിലപ്പെട്ട ദൈവത്തിന്റെ പുത്രനായി യുണീക് സൺ നമുക്ക് വേണ്ടി തന്നു, അതിനാണ് നമുക്ക് വേണ്ടി അയച്ചു എന്നൊക്കെ പറയുമ്പോൾ എന്തോ ഗൗരവമായത്. അയ്യോ, ഇതെല്ലാ ദിവസവും ചിന്തിക്കേണ്ടതല്ലേ? ശരിക്കും ഇത് ചിന്തിച്ച് ആത്മാവിൽ ആനന്ദിച്ചാൽ നമുക്ക് വർഷിപ്പ് ലീഡർ പോലും വേണ്ട, തന്നെ ആത്മാവിൽ നടക്കത്തില്ലേ? പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഏകജാതനായ പുത്രൻ, ദൈവത്തിൻ്റെ ആ ഡിവൈൻ നേച്ചർ ഷെയർ ചെയ്യുന്ന ദൈവത്തിൻ്റെ പുത്രൻ, രക്ഷിക്കപ്പെട്ട നമ്മളെ വിളിക്കുന്ന ദൈവമക്കൾ, ദൈവത്തിൻ്റെ മകൾ, ദൈവത്തിൻ്റെ മകൻ. അയ്യോ, ഇതങ്ങനല്ല. വളരെ വ്യത്യസ്തൻ അവിടുന്ന് ദൈവം. ആ അർത്ഥത്തിലാണ് ഏകജാതനായ പുത്രൻ. പ്രൈസ് ദ ലോർഡ്. ഏകജാതനായ പുത്രനെ. എന്നിട്ട് കേൾക്ക് അടുത്ത വാക്ക്, നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു. എന്തിനാ വന്നത്? വെറുതെ ഇങ്ങനെ വന്നേ ഉള്ളൂ? അല്ല, നാം അവനാൽ ജീവിക്കേണ്ടതിന്. അതിൽ തന്നെ അന്തർലീനമായി കിടക്കുന്ന അർത്ഥം നാം നേരത്തെ മരിച്ചവരായിരുന്നെന്നാ. പ്രൈസ് ദ ലോർഡ്. പിതാവാം ദൈവം അവിടുത്തെ പുത്രനെ ഈ താണഭൂമിയിൽ അയച്ചു. എന്തിന്? മരിച്ചു കിടക്കുന്ന ആളുകളെ ജീവിപ്പിക്കാൻ. നമ്മളെന്തോ മരിച്ചു? അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായ നമ്മെ ദൈവത്തിന് ഉയർപ്പിക്കണം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഞാൻ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, നിങ്ങളുടെ മക്കൾ ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടിട്ടുണ്ടോ? നിങ്ങൾ വിശ്വാസ സമൂഹത്തിൽ വന്നതുകൊണ്ട് മക്കൾ ഇത് തിരിച്ചറിയാതെ മെമ്പർഷിപ്പുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് അപകടമാണെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയണം. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനെ ഈ താണഭൂമിയിൽ അയക്കാൻ കാരണം നാം അവനാൽ ജീവിക്കണം. ജീവിക്കേണ്ടതിന് എന്ന് പറയുമ്പോൾ അർത്ഥം നിത്യജീവൻ. ആ ജീവൻ പുത്രനിലാണ്. മനപ്പാടം അറിയാവുന്ന ഒരു വാക്യമല്ലേ യോഹന്നാൻ 14:6, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. പ്രൈസ് ദി ലോർഡ്. വേറൊരു വാക്യം കൂടെ ഞാൻ വായിക്കാം. 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായം 11-12 വാക്യം. ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവൻ തന്നു. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇവിടെ ഒന്നും അധ്വാനിച്ചതല്ല, സൗജന്യമായി തന്നതാ. നമ്മൾക്ക് വിശ്വസിപ്പാൻ കൃപ തന്നു. ആ ജീവൻ അവന്റെ പുത്രനിൽ ഉണ്ട് എന്നുള്ളത് തന്നെ. പുത്രൻ ഉള്ളവന് ജീവനുണ്ട്, ദൈവപുത്രൻ ഇല്ലാത്തവന് ജീവൻ ഇല്ല. ആളുകൾക്ക് ജീവൻ ഉണ്ടാകുവാൻ പിതാവാം ദൈവം അവിടുത്തെ സ്നേഹത്തിൽ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് അവിടുത്തെ സ്നേഹം അവിടുന്ന് പ്രദർശിപ്പിക്കുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന യുവതിയെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന യുവാവേ, സഹോദരി, സഹോദര,
ഞാൻ ചോദിക്കട്ടെ, കൂട്ടത്തിൽ പാട്ട് നടക്കുന്നുണ്ട്, എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്, PYPക്ക് ട്രോഫി കിട്ടുന്നുണ്ട്. ഈ പുത്രനെ ചുംബിച്ചിട്ടുണ്ടോ? അകത്ത് നിത്യജീവനുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവസ്നേഹം അത് നമ്മുടെ നാവുകൾ കൊണ്ടൊന്നും വിവരിക്കാൻ ഒക്കത്തില്ല. ഒത്തിരി 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 പരിമിതികളുണ്ട്. സ്തോത്രം. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രൻ ഇല്ലാത്തവന് ജീവനില്ല. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്നാ? ഒരുപാട് ആളുകൾ ചിന്തിച്ചിരിക്കുന്നത് വർഷങ്ങളുടെ ദൈർഘ്യമെന്ന. സ്വർഗത്തിൽ പോയി ഒരുപാട് കാലം ജീവിക്കും. അത് രണ്ടാമത്തെ ഒരർത്ഥമായിട്ട് ചിന്തിച്ചു. പ്രാഥമിക അർത്ഥം അതല്ല. നിത്യൻ, നിത്യം എന്നുള്ള വാക്കുകൾ ദൈവത്തിന് മാത്രമേ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. നിത്യജീവൻ ദൈവത്തിൻ്റെ ജീവനാണ്. അത് കൃപ ലഭിച്ച ഒരു ദൈവ പൈതൽ ക്രിസ്തുവിൽ ആശ്രയിക്കുമ്പോൾ, വിശ്വസിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ജീവൻ, നിത്യജീവൻ വ്യാപരിക്കും. അത് വിശ്വസിക്കുന്ന മാത്രയിൽ ഭൂമിയിൽ വെച്ച് കിട്ടും. അവ സ്വർഗത്തിൽ ചെന്നോ? സ്വർഗത്തിൽ അതിൻ്റെ പൂർത്തീകരണമാണ്. പ്രൈസ് ദി ലോർഡ്. അതിനാണ് യേശു വന്നത്. യോഹന്നാൻ 1:4 പറയുന്നു, ആ സോയെ, ആ നിത്യജീവൻ ക്രിസ്തുവിലായിരുന്നു. അർത്ഥം, ക്രിസ്തുവാണ് ഇതിൻ്റെ ഉറവ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാരമ്പര്യമായി വിശ്വാസത്തിൽ നിൽക്കുന്നവരോട് ഞാൻ പറയാം, നമ്മളിങ്ങനെ ഒരു ഒഴുക്കിൽ പോവുക. ഈ ജീവൻ്റെ വ്യാപാരം അകത്തുണ്ടോ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് മുന്നോട്ട് പോകാം. യോഹന്നാന്റെ സുവിശേഷം 3:15 അത് വായിച്ചിട്ട് അടുത്ത വാക്കിലേക്ക് ഞാൻ പോകാം. അവനിൽ വിശ്വസിക്കുന്നവന് ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. വിശ്വാസത്താലാണ് ഈ നിത്യജീവൻ സ്വായത്തമാക്കാൻ കഴിയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരു കർമ്മപ്രവൃത്തികളാലല്ല, ഒന്നിനാലല്ല. വെള്ളയുടുപ്പിട്ടത് കൊണ്ടോ, മീശ പഠിച്ചത് കൊണ്ടോ, ആഭരണം ഊരിയത് കൊണ്ടോ, ചാടിയത് കൊണ്ടോ, കൈയടിച്ചത് കൊണ്ടോ, 119 സങ്കീർത്തനം കാണാതെ പറഞ്ഞുകൊണ്ടോ ഒന്നുമല്ല. ഒരു കർമ്മപ്രവൃത്തിയാലുമല്ല. വേദപുസ്തകം വെളിപ്പെടുത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൂത് വിശ്വാസത്താലുള്ള നീതീകരണമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ അഴുക്കാമോ? അല്ല. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവന് അതൊക്കെ നല്ലതാണ്. അതിലല്ല രക്ഷ. രക്ഷ സ്വായത്തമാക്കുന്നത് ക്രിസ്തുവിൽ അർപ്പിക്കുന്ന വിശ്വാസത്താലാണ്. പ്രൈസ് ദി ലോർഡ്. ആ വാക്യം ഒന്നുകൂടെ നോക്കുക. 9ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കാം. നാം അവനാൽ ജീവിക്കേണ്ടതിന്, നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു. ആ വാക്കൂടെ ശ്രദ്ധിക്കുക. ലോകം എന്ന് പറഞ്ഞാൽ അതാണ് പുത്രൻ്റെ ഡെസ്റ്റിനേഷൻ. എന്തൊരു ലോകം? ദൈവത്തോട് മത്സരികളായിരിക്കുന്ന ആളുകൾ താമസിക്കുന്ന ലോകം. ഡിപ്രൈവ്ഡ് ആയിരിക്കുന്ന മനുഷ്യൻ, ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ പാപത്തിൽ പുളയുന്ന ലോകം. ആരാ വരുന്നത്? പിതാവാം ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ ഈ വല്ലാത്ത പാപപങ്കുലമായ ലോകത്തിലേക്ക് വന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ എന്താ നമ്മൾ കാണുന്നത്? എന്തിനു വന്നു? എന്നെ തേടി. എന്താ അവിടെ കാണേണ്ടത്? ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം. അല്ലെങ്കിൽ നുവരത്തില്ല, അല്ലെങ്കിൽ രക്ഷപ്പെടത്തില്ല, അല്ലെങ്കിൽ കേസ് പോക്കാണ്. നമ്മെ കോരിയെടുത്ത് വിടുവിച്ച് തന്നോടൊപ്പമാക്കുവാൻ വേണ്ടി പിതാവാം ദൈവത്തിൻ്റെ സ്നേഹമാണ് പുത്രനിൽ വെളിപ്പെട്ടിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ നമ്മളത് മനസ്സിലാക്കണം. ബാക്കിയുള്ള ഈ ഭൗതിക കാര്യമൊക്കെ തലമണ്ടയ്ക്കകത്തുനിന്നെടുത്ത് കളഞ്ഞിട്ട് യഥാർത്ഥത്തിൽ ദൈവസ്നേഹത്തിൻ്റെ വെളിപ്പാട് ഇന്ന് രാത്രി നമ്മൾക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്.
കുറേ താൽക്കാലിക കാര്യങ്ങൾ താൽക്കാലികമായി തന്ന് നമ്മളെ ഒന്ന് സുഖിപ്പിക്കാൻ ബന്ധപ്പെടുന്ന ഒരു ദൈവത്തെ അല്ല ഇവിടെ നാം കാണുന്നത്. നിത്യമായ കാര്യം നമുക്ക് ലഭിക്കേണ്ടതിന്, പാപത്തിൻ്റെ ബന്ധനത്തിൽ നമ്മളെ വിടുവിക്കാൻ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക്, അടുത്ത വാക്കുണ്ടോ, അയച്ചു എന്ന് പറഞ്ഞാൽ ബേത്ലഹേമിലല്ല ഏകജാതന്റെ തുടക്കം. അയച്ചു എന്ന് പറയുമ്പോൾ ഇന്നലത്തെ നിത്യത മുതൽ അവിടുന്നുണ്ട്. പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ ആവർത്തിച്ച് കർത്താവ് പറഞ്ഞതാണ്, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിരിക്കുന്നു. ഞാൻ ഒരു വാക്യം മാത്രം വായിക്കാം. യോഹന്നാൻ 16:28. ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു, പിന്നെയും ലോകത്തെ വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുന്നു. പിതാവാം ദൈവം പുത്രനെ അയച്ചു എന്ന വാക്കിൽ നിന്ന് അവിടുത്തെ ദൈവത്വം വളരെ പ്രകടമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അയച്ചു എന്ന വാക്കുകൊണ്ട് മറ്റൊരർത്ഥം കൂടെ പറയാം. എന്തിനയച്ചു? ഒരു പ്രത്യേക ദൗത്യം ഈ ഭൂമിയിൽ സാധിപ്പിക്കാൻ വേണ്ടി അയച്ചു. അല്ലാതെ വെറുതെ വന്ന ഇവിടെ എല്ലാ ആളുകളെയൊക്കെ കണ്ട് പോകുകയല്ല. അവിടുന്ന് പിതാവ് ഏൽപ്പിച്ച ഒരു ദൗത്യം പൂർത്തീകരിക്കാനാണ് വന്നത്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ ക്രൂശ് മരണത്തിന് തൊട്ടു മുൻപ് മഹാപുരോഹിത പ്രാർത്ഥനയിൽ കർത്താവ് പ്രാർത്ഥിക്കുന്നത്, പിതാവേ, അങ്ങ് എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ പൂർത്തീകരിച്ച് അങ്ങയ്ക്ക് മഹത്വം കൊണ്ടുവന്നിരിക്കുന്നു. വളരെ ലക്ഷ്യബോധത്തോടെയാണ് പിതാവ് പുത്രനെ ഈ ലോകത്തിൽ അയച്ചത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആ ഓരോ വാക്കുകളും ഒന്ന് ശ്രദ്ധിക്കുകയായിരുന്നു. എന്തിനാണ് യേശു ലോകത്തിൽ വന്നത്? പല കാരണങ്ങളുണ്ട് കേട്ടോ. അതിൽ പ്രധാനമായ കാരണം പാപികളെ രക്ഷിക്കുക എന്നുള്ളതാണ്. ഈ സുവിശേഷ യോഗത്തിൽ അകത്തുള്ളവരും പുറത്തുള്ളവരും ഇത് കേൾക്കണം. നമ്മളിത് കേൾക്കണം. രക്ഷിക്കപ്പെട്ട ആളുകൾ കേൾക്കണം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. 3 തരത്തിലാണ് ആളുകൾ. ഒന്ന്, രക്ഷിക്കപ്പെട്ടവർ. രണ്ടാമത്തെ കൂട്ടർ രക്ഷിക്കപ്പെട്ടെന്ന് തോന്നുന്നവർ. മൂന്നാമത്തെ ഗ്രൂപ്പുണ്ട് രക്ഷിക്കപ്പെടാത്തവർ. ഏറ്റവും അപകടം ഈ തോന്നുന്ന പുള്ളിക്ക. പിന്നെ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടത് നല്ലതാ. രക്ഷിക്കപ്പെട്ടോ? എത്ര ആളുകളാണ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞെന്നറിയോ, പാർഷ വെറുതെ ഞങ്ങളെ മുക്കിയതാണ്. രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെടണം. സ്നാനം കർത്താവിൻ്റെ കൽപ്പനയാണ്. അതിന് മുമ്പ് നടക്കേണ്ടത് മാനസാന്തരവും ആത്മരക്ഷയും, ബോൺ അഗൈൻ എക്സ്പീരിയൻസ്. കൃത്യമായി ഇത് മനസ്സിലാക്കിയിരിക്കണം. സ്തോത്രം. 12-ാമത്തെയും 13-ാമത്തെയും 14-ാമത്തെയും വയസ്സിൽ പിടിച്ചുള്ളതിനെയെല്ലാം കൂടെ നോക്കും. സൺഡേ സ്കൂളെല്ലാം കഴിഞ്ഞ് മോനെ എല്ലാവരും എഴുന്നേറ്റ് നിന്നേ, ഞാൻ പറയുന്നതെന്ന് പറഞ്ഞേ. തത്ത പറയുന്ന പോലെ എന്തൊക്കെയോ പറയും. എല്ലാവരും രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അടുത്ത ഞായറാഴ്ച സ്നാനമുണ്ട്. നോ. ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. സ്നാനം വില കുറഞ്ഞതായിട്ടല്ല, സ്നാനം കർത്താവിൻ്റെ കൽപ്പനയാണ്. എന്നാൽ ആരാണ് സ്നാനപ്പെടേണ്ടത്? കർത്താവായ യേശു ക്രിസ്തു എന്താണ് നമുക്ക് വേണ്ടി ചെയ്തതെന്ന് തിരുവെഴുത്തിലൂടെ വെളിപ്പാട് കിട്ടിയ ആളുകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തു വന്ന പ്രൈമറി കാര്യം ലൂക്കോസ് 19:10, കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. മാർക്കോസ് 10:45, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. 1 തിമോത്തിയോസ് 1:15, നമുക്ക് വളരെ പരിചയമുള്ള വാക്യം. ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. എന്നിട്ട് പൗലോസ് പറയാണ്, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. നമുക്കെല്ലാം അതാണ് തോന്നുന്നത്. പാപികളിൽ
ഒന്നാമൻ ഞാൻ. പ്രൈസ് ദി ലോർഡ്. എന്തിനാണ് പിതാവാം ദൈവം പുത്രനെ ഈ ലോകത്തിൽ അയച്ചു? പ്രൈമറി റീസൺ, പ്രധാനപ്പെട്ട കാര്യം പാപികളെ രക്ഷിക്കാനാണ്. സെക്കൻഡറി റീസൺസ് ഉണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ 9-ാം വാക്യമാണ്, അതിൻ്റെ അവസാനം നോക്കി. ആ വാക്യം ഒന്നുകൂടെ വായിച്ചാൽ അവസാനം ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. വാക്യം പൂർണ്ണമായിട്ട് വായിക്കാം. ദൈവത്തിന്റെ ഏകജാതനായ ഒരു മിനിറ്റ് എല്ലാവരും ബൈബിൾ തുറക്കണം, ഇത് മനസ്സിലാക്കണം. ധൃതി പ്രസംഗത്തിൽ കൈയടിപ്പിക്കുന്ന ഒരു പ്രൊജക്റ്റേ എനിക്കില്ല. കാര്യം മനസ്സിലാക്കി ഇത് നമ്മുടെ മനസ്സിൽ നിന്ന് മാറല്ല. എന്താ ദൈവസ്നേഹം? നോക്കിയോ 9-ാം വാക്യം. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടത്. കാരണം നമ്മൾ മരിച്ചവരാ. വിശ്വാസത്താൽ ദൈവം നമ്മളെ നീതീകരിക്കും, നിത്യജീവന്റെ അവകാശികളായി തീരും. നമ്മെ ജീവിപ്പിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ആ വാക്കിനെ ശ്രദ്ധിക്കുക. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. എന്താ ഈ ദൈവസ്നേഹം? ഈ ദൈവസ്നേഹം തികഞ്ഞ സ്നേഹം, അതിരുകളില്ലാത്ത സ്നേഹം, സമ്പൂർണ്ണ സ്നേഹം, കുറ്റമറ്റ തികഞ്ഞ സ്നേഹം. അത് ഇവിടെ പറയുന്നത് പ്രത്യക്ഷമായി എന്ന് പറഞ്ഞാൽ എന്താ? പണ്ടുകാലത്ത്, പഴയ നിയമകാലത്തും ദൈവം മനുഷ്യരെ സ്നേഹിച്ചിരുന്നു. എക്കാലത്തും ദൈവം മനുഷ്യരെ സ്നേഹിച്ചു. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇപ്പോൾ ദൈവം ദൈവത്തിന്റെ പുത്രനെ അയച്ചത് നിമിത്തം പ്രത്യക്ഷമായി മറ നീക്കി വളരെ ക്ലിയറായി കാണത്തക്കവണ്ണം ആ ദൈവസ്നേഹത്തെ പിതാവ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയാണ്. ഇതാണ് സ്നേഹം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിന്റെ സ്നേഹം പ്രത്യക്ഷമായി വ്യക്തമായി ഇപ്പൊ കാണാം. രഹസ്യമല്ല, വ്യക്തമായി കാണത്തക്കവണ്ണം മറ നീക്കി. ഇതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചരിത്ര സംഭവമാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ജഡാവതാരം. പിതാവാം ദൈവം അയച്ചു, പുത്രൻ ഈ ലോകത്തിൽ വന്നു. ആ ചരിത്ര സംഭവത്തെ യോഹന്നാൻ അപ്പോസ്തലൻ വിരൽ ചൂണ്ടുക. കണ്ടോ, ദൈവത്തിന്റെ സ്നേഹം, അദൃശ്യനാകുന്ന ദൈവം ഇപ്പോൾ കാണത്തക്ക നിലയിൽ ഇതാ പ്രത്യക്ഷനായിരിക്കുന്നു. നമ്മളെങ്ങനെ ഇത് കാണുന്നത്? തിരുവെഴുത്തിലെ താളുകളിൽ ഇതിൻ്റെ രേഖകൾ വായിക്കുമ്പോൾ ആനന്ദിക്കണം. ദൈവം മനുഷ്യനെ രക്ഷിക്കാനായി വളരെ വ്യക്തമായുള്ള ചില കാര്യങ്ങൾ ചെയ്തു. കർത്താവായ യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ഇതിനാൽ ദൈവത്തിൻ്റെ സ്നേഹം പ്രത്യക്ഷമായി. ഇതെന്തൊരു സ്നേഹം! ഇതിനകത്ത് യേശുവിൻ്റെ ജനനം, യേശുവിൻ്റെ ശുശ്രൂഷ, യേശുവിൻ്റെ മരണം, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയ ഒരു വാക്കാണ്. ഇതിനാൽ ദൈവത്തിൻ്റെ സ്നേഹം പ്രത്യക്ഷമായി. മക്കളെ, അതാ ദൈവസ്നേഹം. BSc നഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടിയതല്ല, അതൊക്കെ മൈനർ കാര്യങ്ങളാണ്. അത് കിട്ടിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, കാറ് മേടിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട വിഷയം ഇതൊന്നുമല്ല. മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട വിഷയം പാപമാണ്. ആ പാപം നിമിത്തം, ശ്രദ്ധിച്ച് കേൾക്കണം, മനുഷ്യൻ്റെ പ്രശ്നം ദൈവത്തിൻ്റെ കോപം അവൻ്റെ മേലുണ്ട്. എന്തിനാ കർത്താവായ യേശുക്രിസ്തുവിനെ അയച്ചത്? ദൈവത്തിൻ്റെ കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കാൻ യേശുക്രിസ്തുവിനെ കഴിയത്തുള്ളൂ. ദൈവത്തിൻ്റെ കോപത്തിൽ നിന്ന് വിടുവിക്കാൻ ദൈവത്തിനെ കഴിയത്തുള്ളൂ. ക്രിസ്തു അതാണ് കാൽവരി ക്രൂശിൽ ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. വളരെ കൃത്യമായി മനസ്സിലാക്കണം. ഞാനത് പിന്നെ അല്പം കൂടെ വിശദീകരിച്ചോളാം. ഭൗതികമായുള്ള തലങ്ങളിൽ നിന്ന് നമുക്ക് പുറത്തു വരണം പ്രിയപ്പെട്ടവരെ, പുറത്തു വരണം. ഈ കൺവെൻഷൻ്റെ അവസാന രാത്രിയിൽ ദൈവസ്നേഹത്തെക്കുറിച്ച് ചിന്തിച്ച്
ദൈവസ്നേഹത്തെക്കുറിച്ച് നമ്മുടെ മനസ്സ് നിറഞ്ഞ് അവിടുത്തേക്ക് അർഹമായ ആരാധന ഇന്ന് രാത്രിയിൽ അർപ്പിക്കണം. അത് കേവലം കയ്യടിയിലും പാട്ടിലും മാത്രം ഒതുക്കി നമ്മൾ പോകരുത്. എൻ്റെ ജീവിതം ഈ സ്നേഹത്തിന് മുൻപിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന ഒരാരാധനയായി മാറണം. പ്രൈസ് ദി ലോർഡ്. അതാണ് വേണ്ടത്. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന യൗവനക്കാരോട് ഞാൻ ചോദിക്കട്ടെ, ഈ സ്നേഹം പിതാവാം ദൈവം പുത്രനിൽ പ്രദർശിപ്പിച്ചതിൻ്റെ ആഴം നിങ്ങൾ തിരിച്ചറിഞ്ഞ് പുത്രനെ സ്വീകരിച്ചിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ സ്നേഹം പ്രത്യക്ഷമായി. 10ാം വാക്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ സമയം വളരെ മുന്നോട്ട് കടന്നു പോകുന്നു. ആദ്യം ആ വാക്യം സഹോദരി ഒന്ന് വായിക്കും. അതിനുശേഷം ഞാൻ ഇപ്പോൾ ചെയ്ത പോലെ ഓരോ വാക്കും അതിനകത്തെ അടർത്തിയെടുത്ത് നമുക്കൊന്ന് ചിന്തിക്കണം. വേഗത്തിൽ ചെയ്യാം. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. അതിന്റെ ആദ്യ ഭാഗം, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു. എന്താ ഇതിന്റെ അർത്ഥം? ഇതിന്റെ അർത്ഥം മനസ്സിലാകാൻ 19ാം വാക്യം നോക്കിയാൽ മതി. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നാം സ്നേഹിക്കുന്നു. ഹോ, സാക്ഷ്യം പറയാൻ അങ്ങോട്ട് കിട്ടിയ ഒരാൾക്ക് എന്താ പറയുന്നത്? ഞാൻ മലകൾ താണ്ടി നടക്കുകയായിരുന്നു, സത്യാന്വേഷിയായിരുന്നു. ചുമ്മാ ഇരി സാറ്. ദൈവം നമ്മെ സ്നേഹിച്ചു വന്നു. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി അയച്ചു. നമ്മളാരും അങ്ങോട്ട് സ്നേഹിച്ച് ദൈവം പ്രതികരിക്കുകയല്ല, ദൈവം സ്നേഹിച്ചു നാം പ്രതികരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ സ്നേഹത്തിന് ദൈവം മുൻകൈയെടുത്തു. എത്ര വലിയ കാര്യമല്ലേ? വെറുതെ വിട്ടാൽ പോരായിരുന്നോ? നരകത്തിൽ പോയി അവസാനിച്ചേനേം. ദൈവം പറഞ്ഞു നോ നോ. ദൈവം മുൻകൈയെടുത്തു. ദൈവം മുൻകൈയെടുക്കുക മാത്രമല്ല, ദൈവം ഓരോ ഘട്ടത്തിലും നമ്മുടെ പുറകെ നിന്നു. സ്കൂൾ ജീവിതം പഠിച്ചപ്പോഴും ദൈവാത്മാവ് വാദിച്ചുകൊണ്ടിരുന്നു, കോളേജിൽ വാദിച്ചുകൊണ്ടിരുന്നു, നമ്മുടെ വീട്ടിൽ ഉപദേശിമാരെ അയച്ച് വാദിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ ഒരു ടെന്റ് കെട്ടി സുവിശേഷ പ്രഘോഷണങ്ങൾ ആളുകൾ മാറി മാറി പറഞ്ഞ് ദൈവത്തിന്റെ സ്നേഹം നമ്മളെ തേടുകയാ. കൊലക്കുറ്റത്തിന് പിടിക്കപ്പെട്ട് വധശിക്ഷ അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ, അയാളെ കൊല്ലും, പക്ഷെ ജയിൽവാസമാണ്. അയാളെ കാണാൻ സൺഡേ സ്കൂൾ പഠിപ്പിച്ച ഒരു സാറെത്തി. സാറിനോട് ഈ മനുഷ്യൻ പറയാ, സാറേ അപ്പം എന്നെ ഇപ്പോഴും വിടത്തില്ലയോ? അദ്ദേഹം ഒന്ന് പുഞ്ചിരിച്ച് അല്പസമയം ഈ കൊലക്കുറ്റത്തിന് ജയിൽവാസിയായിരിക്കുന്ന മനുഷ്യനുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. അവർ തമ്മിൽ പിരിയുന്ന സമയത്ത് ഒരു പുതിയ നിയമം കൊടുത്തു. നോക്കണേ ആ ദൈവത്തിൻ്റെ സ്നേഹം. കൊലക്കുറ്റത്തിന് വിധിക്കപ്പെട്ട് നാളെ അദ്ദേഹത്തെ കൊല്ലും ഗവൺമെൻറ്. വിദേശ രാജ്യത്ത് നടന്ന സംഭവമായി പറയുന്നു. ഒരു സൺഡേ സ്കൂൾ സാറിൻ്റെ ഉള്ളത്തിൽ ഒരു പ്രകാശനം. അവിടെ പോയിരിക്കുക, ഒന്നുകൂടെ ഒന്ന് സുവിശേഷം പറയാൻ. ഒരു പുതിയ നിയമം കൊടുത്തേച്ച് അവർ തമ്മിൽ പിരിഞ്ഞു. കുറെ നാളുകൾ കഴിഞ്ഞ് സാറിനൊരു കത്ത് കിട്ടി. കത്തിൽ അദ്ദേഹത്തിന് ഭയങ്കര ആത്മീയ മാറ്റം സംഭവിച്ചു. പുതിയ നിയമം വായിച്ചു, ആളിന് വലിയ മാറ്റം സംഭവിച്ചു എന്ന് അദ്ദേഹം രേഖപ്പെടുത്തി. അതിനുശേഷം കുറെ കാലം കൂടെ കഴിഞ്ഞ് സാറിന് അടുത്ത ഒരു കത്തയച്ചു. സാറേ, ഈ കത്ത് കിട്ടുമ്പോഴേക്കും അവർ ശിക്ഷ നടപ്പിലാക്കും, അവരെന്നെ കൊല്ലും. പക്ഷെ സാർ ഒരു കാര്യം അറിയണം. പുതിയ നിയമം സാർ എനിക്ക് തന്നു, ഞാനത് വായിച്ചു, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അതുമാത്രമല്ല, ഈ രക്ഷകനായ ക്രിസ്തുവിനെ 47 പേർക്ക് പരിചയപ്പെടുത്തി ഞാൻ ജയിലിൽ അവരെ രക്ഷയിലേക്ക് കൊണ്ടുവന്നു. അപാര സ്നേഹമാ ദൈവത്തിൻ്റെ സ്നേഹം. അപാര സ്നേഹം. മുൻകൈയെടുക്കുക മാത്രമല്ല, ഓരോ ഘട്ടത്തിലും ഈ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കുകയാ. മാനസാന്തരപ്പെട്ട് തിരിയ.
നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചതാ. ഒരു ചോദ്യം, അല്ല എന്നാ ഈ സ്നേഹം തുടങ്ങിയത്? ബൈബിൾ വെളിപ്പെടുത്തുന്നു പറയാം, ലോകസ്ഥാപനത്തിന് മുൻപ് തുടങ്ങിയതാണ്. ഓ എന്തവാ പ്രിയരെ, എന്തവാ! കർത്താവിൽ പ്രസിദ്ധനായിരിക്കുന്ന പ്രസംഗികളുടെ പ്രഭു എന്ന് വിളിക്കപ്പെടുന്ന സ്പർജൻ പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹം പറയുന്നത്, ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവം എന്നെ സ്നേഹിച്ചത് കൊണ്ട് സ്നേഹിച്ചു, ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് എന്നെ പോലൊരുത്തനെ സ്നേഹിക്കാൻ കൊള്ളത്തില്ലെന്ന്. ഇതപാര സ്നേഹമാണ്. സ്നേഹം കിട്ടാതെ ഇരിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, സ്നേഹസമ്പന്നനാകുന്ന പിതാവാം ദൈവത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നു. എങ്ങനെ സ്നേഹിച്ചു? തൻ്റെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തന്ന് നമ്മളെ സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ലോകത്തിലുള്ള സ്നേഹം സെൽഫിഷ് സ്നേഹമാണ്. എന്തെനിക്ക് ഈ ബന്ധത്തിൽ നിന്ന് കിട്ടും? ദൈവത്തിൻ്റെ സ്നേഹമോ കൊടുത്ത് സ്നേഹിക്കുക. പ്രൈസ് ദി ലോർഡ്. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താൻ തൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു എന്ന് യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറയുന്നു. ആ സാഹചര്യത്തിലാണ് റോമർ 5:8 പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കണം. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹം പ്രദർശിപ്പിക്കും. നമ്മളെല്ലാം ഗുണപ്പെട്ടിട്ടൊന്നുമല്ല. പാപികളായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പുത്രൻ വന്നു, നമ്മൾക്ക് വേണ്ടി മരിക്കയാൽ ദൈവസ്നേഹം പ്രദർശിപ്പിച്ചു. 10-ാം വാക്യം തുറന്ന് മുന്നോട്ട് പോകുമ്പോൾ, തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചു. എന്താ ഈ പ്രായശ്ചിത്തം എന്ന വാക്കിൻ്റെ അർത്ഥം? എന്താ വായിച്ചിട്ടുണ്ട്? അയ്യോ, അതാ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. ദൈവസ്നേഹം അങ്ങനെയാണ് കാണിക്കുന്നത്. 9-ാം വാക്യത്തിൽ ദൈവം ദൈവത്തിൻ്റെ ഏകജാതനെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. 10-ാം വാക്യത്തിൽ അയച്ചേച്ച് വെറുതെ പോവുകയല്ല പുത്രൻ, നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി. എൻ്റെ ചോദ്യം, ഈ പ്രായശ്ചിത്ത മരണമെന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് മനസ്സിലാകാതെ ഞാനെങ്ങനെ ഈ ദൈവസ്നേഹം അറിയുന്നത്? പ്രായശ്ചിത്തം എന്ന വാക്ക് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന വാക്കല്ല. അതിൻ്റെ അർത്ഥം, ലളിത അർത്ഥം, ശമിപ്പിക്കുക എന്ന, അപ്പീസ്മെന്റ്. ദൈവത്തിന് പാപികളോട് കോപമാണ്. നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള ഡയലോഗ്, പാപത്തെ അവിടുന്ന് വെറുക്കുന്നു, പാപികളെ സ്നേഹിക്കുന്നു. ഞാൻ ബൈബിളിൽ നിന്ന് പറയാം, പാപികളെയും ദൈവത്തിൻ്റെ കോപം അവരുടെ മേലാണ്. വെറുതെ പറഞ്ഞതല്ല. സങ്കീർത്തനം 5, സങ്കീർത്തനം 7, സങ്കീർത്തനം 9, ഈ സങ്കീർത്തന ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്കത് കാണാൻ കഴിയും. റോമാലേഖനം 1-ാം അധ്യായം 18-ാം വാക്യം, ദൈവത്തിൻ്റെ കോപമാണ് വിശ്വാസികളുടെ മേൽ. നമ്മുടെ കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവരുടെ മേൽ ദൈവത്തിൻ്റെ കോപമാണ്. കാർ ഓടിക്കുന്ന കാണുമ്പോൾ നമ്മൾ ഓർക്കുന്നത് നമുക്ക് ഭയങ്കര വിദഗ്ധനാ ആയിരിക്കാം, പക്ഷെ ദൈവത്തിൻ്റെ കോപമാണ്. അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞ് ഉരുവാകുമ്പോൾ തന്നെ വിശുദ്ധനായ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ പാപിയാണ്. ബൈബിൾ അതാ പറയുന്നത്. റോമർ 3:10 കാണാതറിയാമല്ലോ. നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലുമില്ല. റോമർ 3:23 മനപ്പാടമല്ലേ? നാം എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ സകലരും പാപികളാണ്. പ്രിയപ്പെട്ടവരെ, സകലരുടെ മേലും ദൈവത്തിൻ്റെ കോപമാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പം എന്താ പരിഹാരം? അത് ദൈവം അങ്ങ് ക്ഷമിച്ചാൽ പോരെ? ദൈവത്തിന് ക്ഷമിക്കാൻ ഒക്കത്തില്ല. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ദൈവത്തിൻ്റെ നീതിയുള്ള വിധി എന്ന് പറയുന്നത് നമ്മളെ നരകത്തിൽ വിടണം. നരകത്തിൽ വിടുന്നതാണ് ദൈവത്തിൻ്റെ നീതി. പാപിയെ ശിക്ഷിച്ചിരിക്കും, ഒരു മാറ്റവും ഇല്ലതിന്.
ദൈവത്തിൻ്റെ സ്നേഹത്തിൽ, ദൈവത്തിൻ്റെ നീതി പറയുന്നത് ശിക്ഷിക്കണം. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ദൈവം ചെയ്തത്, ദൈവത്തിൻ്റെ പുത്രനെ ഈ താണഭൂമിയിൽ അയച്ച് പ്രായച്ചിത്തമാക്കി എന്ന് പറഞ്ഞാൽ, ഈ കോപത്തെ ദൈവത്തിൻ്റെ പുത്രൻ കാൽവറി ക്രൂശിൽ ശമിപ്പിച്ചു. കേട്ടിട്ടില്ലേ? അല്ലെങ്കിൽ ദൈവത്തിന് നമ്മളോട് ക്ഷമിക്കാൻ ഒക്കത്തില്ല. ദൈവത്തിൻ്റെ നീതിയുടെ സ്വഭാവം വിട്ടൊന്നും ചെയ്യത്തില്ല. പാപം ചെയ്തോ അടിച്ചിരിക്കും. പക്ഷെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമ്മളെ രക്ഷപ്പെടുത്തണം. എന്താ മാർഗം? ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനെ അയച്ചു. അവിടുന്ന് ഈ കോപം ശമിപ്പിക്കുന്നു. 1 പത്രോസ് 2:24, നാം പാപം സംബന്ധിച്ച് മരിച്ച നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവ് നമ്മുടെ പാപങ്ങളെ ചുമന്നു. അടുത്തൊരു വാക്യം ഞാൻ പറയുന്നത് നിർബന്ധമായി എല്ലാവരും അത് നോക്കണം. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 21-ാം വാക്യം, 5-ാം അധ്യായത്തിൻ്റെ ഏറ്റവും അവസാന വാക്യം നോക്കുക. ഈ പ്രായശ്ചിത്ത ബലിയെക്കുറിച്ച്, പാപമറിയാത്തവരെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. എന്താ ഇതിൻ്റെ അർത്ഥം? പാപം അറിയാത്തവനെ പാപമാക്കിയത് എന്തിന്? നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന്. പാപം അറിയാത്തതാരാ? ഒറ്റയാളേ ഉള്ളൂ, അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. നിങ്ങൾ ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്താം? ഒരിക്കൽ യേശു ചോദിച്ചതാ. കൂടെ നടന്ന ശിഷ്യന്മാർ പീലാത്തോസ് പോലും ക്രൂശിക്കാൻ വിധിക്കപ്പെടുന്നതിന് മുമ്പ് 3 വട്ടമാണ് പീലാത്തോസ് പറയുന്നത്, അവിടുത്തേതിൽ ഒരു കുറ്റവുമില്ല, ഊനമില്ലാത്ത കുറ്റമില്ലാത്ത ദൈവത്തിൻ്റെ കുഞ്ഞാട്, പാപം അറിയാത്തവൻ. അറിയാത്തവൻ എന്ന വാക്കിൻ്റെ അർത്ഥം എക്സ്പീരിയൻഷ്യലി അറിയത്തില്ല. പാപമംഗലമായ ലോകത്തിലാണ് അവിടുന്ന് വന്നത്, പക്ഷേ പാപം തീണ്ടിട്ടില്ല, പാപം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പാപം അറിയാത്തവനെ അവൻ പാപമാക്കിയത്, അവൻ നമുക്ക് വേണ്ടി പാപമാക്കിയത്. അയ്യോ, ഒന്നുകൂടെ നോക്കിയേ, അങ്ങനെ തന്നെയാണോ എന്ന്. എന്താണ് ഈ ചിന്ത? പാപമറിയാത്ത ക്രിസ്തുവിനെ പാപമാക്കിയെന്നോ? എന്താ ഭാഷ പറയുന്നേ? അയ്യോ, അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്. വിഷയം വിടരുത്, ദൈവത്തിൻ്റെ സ്നേഹമാണ്. യേശുവിനെ അയച്ചത് പ്രായശ്ചിത്ത മരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കോപം ശമിപ്പിക്കുക. നമ്മുടെ പാപത്തിന് ദൈവത്തിൻ്റെ കോപമാണ്. ആ പാപത്തിൽ ദൈവത്തിന് രക്ഷിക്കുവാൻ ഒക്കത്തില്ല, കാരണം ദൈവം നീതിമാനാണ്. ദൈവം രക്ഷിക്കേണ്ടതിന് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ദൈവം ഒരു വഴിയാണ് നമുക്ക് വേണ്ടി തുറക്കുന്നത്. യേശുവാണ് ആ വഴി. യേശുവിനെ അയച്ച് പാപമാക്കിയെന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കണം, പാപിയാക്കിയെന്നല്ല എഴുതിയിരിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും വ്യാഖ്യാനിച്ചാൽ ദൈവദൂഷണമാണത്. പാപമാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? യെശയ്യാ പ്രവചനം 53-ാമത്തെ അധ്യായമെടുത്ത് 6-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം, എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. ശ്രദ്ധിച്ച് കേൾക്കണം, എങ്ങനെയാണ് ഇത് നടക്കുന്നത്? നാം പാപികളാണ്, നമ്മുടെ മേൽ ദൈവത്തിൻ്റെ കോപം, നാം ശിക്ഷിക്കപ്പെടണം. ഈ കോപത്തിൽ നിന്ന് വിടുവിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. ദൈവത്തിൻ്റെ കോപത്തിൽ നിന്ന് ആർക്കെന്നെ വിടുവിക്കാൻ കഴിയും? സ്നേഹസമ്പൂർണനായ ദൈവം തന്നെ ദൈവത്തിൻ്റെ പുത്രനെ അയച്ചു. കാൽവരി ക്രൂശിൽ നമ്മുടെ പാപങ്ങൾ ക്രിസ്തുവിൻ്റെ മേൽ ചുമത്തി എന്ന് പറഞ്ഞാൽ അർത്ഥം ലളിതമായി ഞാൻ പറയാം, നമ്മുടെ ജീവിതം യേശു ജീവിച്ചതായി കണക്കിട്ടു. എന്നിട്ട് എൻ്റെ മേൽ വരേണ്ട ദൈവത്തിൻ്റെ കോപത്തെ ദൈവത്തിൻ്റെ പുത്രന്റെ മേൽ ചൊരിഞ്ഞു. ക്രൂശിൽ കിടന്നുകൊണ്ട് 7 മൊഴികൾ പറഞ്ഞതിലെ 4-ാമത്തെ മൊഴി ഓർക്കുന്നുണ്ടോ? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ,
അങ്ങനെ കൈവിട്ടതെന്ത്? സ്തോത്രം. നട്ടുച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെ സൂര്യൻ ഇരുണ്ടുപോയി, ഭയങ്കര ഭൂമി കുലുക്കമുണ്ടായി, ദേവാലയത്തിന്റെ തിരശ്ശീല മുകൾ തൊട്ടടിയോളം ചിന്തപ്പെട്ടു പോയി, ഭയങ്കര സംഭവങ്ങൾ നടക്കുകയാണ്. രാവിലെ 9 മണി മുതൽ കർത്താവ് ക്രൂശിന്മേലാണ്. നട്ടുച്ചയ്ക്ക് 12 മണിയായപ്പോൾ രംഗം മാറി. അതുവരെ ചുറ്റിനു നിന്ന ആളുകളൊക്കെ കർത്താവിനെ പരിഹസിക്കുന്നുണ്ട്. 2 കള്ളന്മാർ പോലും ആദ്യം പരിഹസിച്ചു, പിന്നാണ് ഒരുത്തന് മാനസാന്തരം ഉണ്ടായത്. പട്ടാളക്കാർ പരിഹസിക്കുന്നുണ്ട്, നേതാക്കന്മാർ പരിഹസിക്കുന്നുണ്ട്, ജനം പരിഹസിക്കുന്നുണ്ട്. നീ എല്ലാവരെയും രക്ഷപ്പെടുത്തുകയല്ലായിരുന്നോ? നിന്നെ തന്നെ രക്ഷപ്പെടുത്ത്. അവർക്ക് മനസ്സിലായില്ല അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവിടുന്ന് ക്രൂശിൽ നിറങ്ങി വരാത്തതെന്ന്. എന്താ ഈ സമയത്ത് നടക്കുന്നത്? പ്രായശ്ചിത്ത മരണം. നമ്മുടെ പാപങ്ങൾക്ക് എതിരെയുള്ള ദൈവത്തിൻ്റെ കോപത്തെ ശമിപ്പിക്കുകയാണ്. പാപമറിയാത്തവനെ പാപമാക്കി. എന്തിന്? നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന്. കേട്ടോ, യോഹന്നാൻ അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ പറയാ, കണ്ടോ സ്നേഹം. അയ്യോ, ഞാൻ ഓർത്തത് 10ാം ക്ലാസ്സിൽ മോൻ എല്ലാത്തിനും A ഗ്രേഡ് കിട്ടിയതാ സ്നേഹം. അയ്യോ അല്ല, തരംതാണ് നമ്മൾ. തോറ്റിരുന്നതിൽ ഒന്നും സംഭവിക്കാനില്ല. എന്തേലും സംഭവിച്ചാൽ ഈ ഭൂമിയോട് തീരുന്നേ ഉള്ളൂ. ഇതിനപ്പുറത്താണ് കാര്യങ്ങളുടെ കിടപ്പ്. പ്രൈസ് ദി ലോർഡ്. ആ 10ാം വാക്യം ഒരു പ്രാവശ്യം കൂടെ വായിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താനായിട്ട് താല്പര്യപ്പെടുക. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല. കേട്ടോ, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, ദൈവസ്നേഹമാണ് വിഷയം. അവിടുന്ന് നമ്മളെ തേടി വന്ന് സ്നേഹിക്കുക. അടുത്തത്, അവൻ നമ്മെ സ്നേഹിച്ച് തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ. സാക്ഷാൽ സ്നേഹം അതാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇത് മനസ്സിലായിട്ടുണ്ടോ? ഇത് മനസ്സിലായി. ഇതിൽ അർപ്പിക്കുന്ന വിശ്വാസത്താലാണ് രക്ഷപ്പെടുന്നത്. എൻ്റെ പാപം ഇനി ഞാനതിന് ശിക്ഷ അനുഭവിക്കണ്ട. ദൈവത്തിൻ്റെ കോപം മാറിപ്പോയിരിക്കുന്നു. റോമർ 8 വേണേ ഉദ്ധരിക്കണമെന്ന്. ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. അയ്യോ, അതെങ്ങനെയാ ഇല്ലാതെ പോയത്? മഹാസ്നേഹമുള്ള സ്നേഹസമ്പൂർണനാകുന്ന ദൈവം അവിടുത്തെ ഏകജാതനായ പുത്രനെ പാപമംഗലമായ ഈ ലോകത്തിലേക്ക് അയച്ച് എൻ്റെ പാപത്തെ അവൻ്റെ മേൽ കണക്കിട്ടു. പിന്നെ സുവിശേഷം പൂർണ്ണമായിട്ട് പറയണമല്ലോ. ഒരു കാര്യങ്ങൾ പറഞ്ഞ് നിർത്താം. ഈ യാഗമരണത്തെക്കുറിച്ചുള്ള വെളിപ്പാട് തിരുവെഴുത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. കർത്താവായ യേശുക്രിസ്തുവിൽ അർപ്പിക്കുന്ന, അത് വളരെ പ്രധാനപ്പെട്ട കേട്ടോ, വിശ്വാസം ക്രിസ്തുവിലാണ്, വ്യക്തിയിലാണ്. യേശുവിൽ അർപ്പിക്കുന്ന വിശ്വാസത്താൽ എനിക്ക് പാപക്ഷമ കിട്ടുന്നു. അതുമാത്രമല്ല, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഐഹിക ജീവിതം ന്യായപ്രമാണത്തിലെ ഒരു വള്ളി പുള്ളി തെറ്റാതെ അവിടുന്ന് പൂർണ്ണ അനുസരണം കാണിച്ചു. ആ അനുസരണ ജീവിതം, ആ നീതി വിശ്വസിക്കുന്ന എനിക്ക് സൗജന്യമായി കണക്കിടുന്നു. ഊഹിക്കാൻ കഴിയുമോ? ലോകത്തിലെ മതങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? പാപിയായ ഒരു മനുഷ്യൻ, ഇങ്ങനെയാണ് റോമാലേഖനം 4:5 വാക്യം പറയുന്നത്, ആ ഭക്തരെ നീതീകരിക്കുന്ന ദൈവം പാപിയായ എനിക്ക് വിശ്വസിക്കാനുള്ള കൃപ തന്നു. ഞാൻ വിശ്വസിച്ചപ്പോൾ പാപക്ഷമ മാത്രമല്ല, ക്രിസ്തുവിൻ്റെ നീതി എന്ന് പറഞ്ഞാൽ ഞാൻ ആ ജീവിതം ജീവിച്ചതായി പിതാവ് കണക്കിടുന്നു. വാട്ട് എ ഗ്ലോറിയസ് ക്രിസ്ത്യൻ ലൈഫ്. ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം. നമ്മുടെ കണ്ണുകൾ ദൈവത്തിൽ അടയ്ക്കാം. പ്രിയ സഹോദരിയ, 2 വാക്യങ്ങൾ, 9ാം വാക്യവും 10ാം വാക്യവും നിങ്ങൾ കണ്ണടച്ച് നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ച്. ദൈവത്തിൻ്റെ സ്നേഹം എന്നുള്ളതായിരുന്നു നമ്മുടെ വിഷയം. 1 യോഹന്നാൻ 4:9-10 വാക്യങ്ങൾ പരസ്യമായിട്ട് വായിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തോട് ദൈവത്തിൻ്റെ ആത്മാവ് വാദിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്. നിങ്ങൾ ഈ സ്നേഹം അറിഞ്ഞിട്ടുണ്ടോ?
ഈ സ്നേഹം യൗവനക്കാരെ അറിഞ്ഞിട്ടുണ്ടോ? ഇന്ന് പണം കയ്യിലുണ്ട്, ഇന്ന് ആരോഗ്യം നിനക്കുണ്ട്, ഇന്ന് സകലതുമുണ്ട്. രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം, ദൈവത്തിൻ്റെ കോപമാണ് നിൻ്റെ മേൽ. ഗോഡ്സ് ആങ്കർ ആൻഡ് wrath is upon you. ഇതാണ് ബൈബിൾ പറയുന്നത്. നമുക്കത് കേൾക്കാൻ ഭയങ്കര അസ്വസ്ഥരാകും. എൻ്റെ പൊന്നുമോന്, എൻ്റെ പൊന്നുമോള്, വൂഡി ബോക്കം എന്ന് പറയുന്ന ഒരു കറുത്ത വർഗ്ഗക്കാരനായ ഒരു സായിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം ഞാൻ ഒരിക്കൽ കേട്ടപ്പോൾ അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കണേ, നമ്മുടെയൊക്കെ ആളുകളാണെങ്കിൽ സഭ വിട്ടുപോകും. അദ്ദേഹം പറയുന്ന ഈ പാമ്പർ കെട്ടി കയ്യിൽ വെച്ചിരിക്കുന്ന ശിശു ഉണ്ടല്ലോ, അതിനിപ്പോൾ എന്താ അറിയാം? അദ്ദേഹം പറയാണ്, ദാറ്റ്സ് എ വൈപ്പർ ഇൻ എ ഡയപ്പർ. എന്തോ വാക്കാണ്! ഇവിടെ വല്ല സഭാപാർശ്വ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു, എൻ്റെ പേര് വെട്ടിയേക്കാൻ പറയും, ഞാൻ അടുത്തടുത്തോട്ട് പോവുക. ഇതാണ് നമ്മുടെ സ്ഥിതി. ഒരു പൊന്നുമോനുമില്ല, ഒരു പൊന്നോളുമില്ല. നിങ്ങളുടെ മക്കൾക്ക് ഈ സുവിശേഷം കൊടുത്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അവർ അപകടത്തിലാണ്. അവർക്ക് വേണ്ടി മാതാപിതാക്കളെന്ന നിലയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ദൈവസ്നേഹം. മോനെ, ഇതാണ് ദൈവം ദൈവത്തിൻ്റെ പുത്രനെ ചരിത്രത്തിൽ അയച്ച് 3 ആണികളുടെ മേൽ ലോകത്തിൻ്റെ ഒത്ത നടുഭാഗത്ത് നമുക്ക് വേണ്ടി യാഗമാക്കി നമ്മൾക്കെതിരെയുള്ള ദൈവത്തിൻ്റെ കോപത്തെ ദൈവപുത്രനായ യേശു ശമിപ്പിച്ചു. മോനെ, അങ്ങനെ ദൈവം നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. മക്കൾ വന്ന് പറയത്തില്ലേ, മമ്മി എന്നോ കിട്ടി 21 ഇരുന്നിട്ട്? അന്നേരം പറയണം, ഒന്നും കിട്ടാനല്ല മോനെ, ദൈവത്തിൻ്റെ സ്നേഹം കാൽവറിയിൽ ഞാൻ കാണുന്നു, കാൽവറിയിൽ ഞാൻ കാണുന്നു, കാൽവറിയിൽ ഞാൻ കാണുന്നു. ആ വാക്യം ഒന്ന് വായിച്ചേ, കണ്ണുകളൊന്ന് അടച്ചേ, ഇതൊന്ന് ശ്രദ്ധിച്ചേ. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. അടുത്തത്, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. ഒറ്റ നിമിഷം കണ്ണടച്ച് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. അതിന് മുമ്പ് ഒറ്റ നിമിഷം കണ്ണടച്ച് നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് ഞാൻ ചിന്തിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ഞാനിപ്പോഴൊരു പാപിയാണ്, എനിക്ക് രക്ഷപ്പെടണം. കാര്യം മനസ്സിലായി, എൻ്റെ മേൽ ദൈവത്തിൻ്റെ കോപമാണ്. ഈ കോപത്തെ ചരിത്രത്തിൽ ദൈവത്തിൻ്റെ പുത്രനായ യേശു ഇറങ്ങി വന്ന് കാൽവറി ക്രൂശിൽ അത് ശമിപ്പിച്ചു. ഇപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ഞാനത് വിശ്വസിക്കാൻ തയ്യാറാണെന്ന് പറയുന്നവർ മാത്രം കരമുയർത്തിക്കാട്ട്, അവർ മാത്രം കരമുയർത്തിക്കാട്ട്. കരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. താഴ്ത്തിയിടാം ബ്രദർ, താഴ്ത്തിയിടാം. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കരം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതാണ് സുവിശേഷം. ഇതിനു വേണ്ടിയാണ് ഈ പന്തൽ കെട്ടിയിരിക്കുന്നത്. നിങ്ങളെ കൈയടിച്ച് ആവേശത്തിലാക്കാനല്ല, സുവിശേഷം പ്രസംഗിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ പറയാനുള്ളത് പറഞ്ഞ് ഞാൻ ഇരിക്കാൻ പോകുക. ഇത് യോഹന്നാൻ പറയുന്നത്, മേൽപ്പറഞ്ഞ വാക്യം മറന്നു പോകരുത്. തമ്മിൽ സ്നേഹിക്കണം. എങ്ങനെ? ഇങ്ങനെ. ദൈവസ്നേഹം ഇതാണ്. ഒറ്റയാളും നഷ്ടപ്പെട്ടു പോകാതെ അവരെ നിത്യതയിൽ തന്നോടുകൂടെ കൊണ്ട് വസിപ്പിക്കേണ്ടതിന് ദൈവം വില കൊടുത്ത് സാക്രിഫിഷ്യലായി സ്നേഹിക്കുക. മോളെ 11-ാം വാക്യം കൊടുന്ന് വായിച്ചേ. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചു എങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. സ്റ്റാൻഡേർഡ് മനസ്സിലായല്ലോ. അടുത്ത ഓൾട്ടർ കോള് പാസ്റ്റർ ഇപ്പം മനസ്സിലായി. എനിക്കൊരു ഇച്ചിരി വാശിയും വൈരാഗ്യവും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ മനഃപൂർവ്വം വിട്ടുകളയുകയാണ്. പരസ്പരം ദൈവം കാണിച്ച മാതൃകയിൽ സ്നേഹിപ്പാൻ ഞാൻ തയ്യാറെന്ന് സമർപ്പിക്കുന്നവരുടെ കരമൊന്ന് കാണട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കുറേ ആളുകളുണ്ട്, എന്നാൽ എല്ലാവരും ഇല്ല. കാരണം എന്തിനാ വെറുതെ സമർപ്പിക്കുന്നത്? സമർപ്പിക്കുന്നില്ലാതെ ചെയ്യുന്നില്ലെങ്കിൽ യോഹന്നാൻ പറയുന്നത് രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതിന് ചോദ്യചിഹ്നമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടേക്ക് ക്ഷണിച്ച ബഹുമാന്യ ദൈവദാസൻ പാസ്റ്റർ സാബുവിനോടും കുടുംബത്തോടും ദൈവസഭയോടുമുള്ള
നന്ദിയെ കർത്തൃനാമത്തിൽ ഞാൻ പ്രകാശിപ്പിക്കുന്നു. സുവിശേഷം മറക്കരുത്. ദൈവം സ്വർഗത്തിലിരുന്ന് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് വിട്ടില്ല. ആ സ്നേഹം പ്രവർത്തിക്കുന്ന സ്നേഹമായിരുന്നു. ദൈവത്തിൻ്റെ പുത്രനെ ഈ താണഭൂമിയിൽ അയച്ച് അവിടുന്ന് നമ്മൾക്ക് വേണ്ടി യാഗമായി തീർന്നു. ഈ വചനത്താൽ നമ്മളെ ദൈവം ശുദ്ധീകരിക്കട്ടെ, നമ്മെ ബലപ്പെടുത്തട്ടെ. ഗോഡ് ബ്ലസ് യു.